ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് വെറും 3 ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. നമ്മൾ ഗോതമ്പ് മാവും പഴവും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് അവളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ മെയിനായിട്ടുള്ള ഈ ഒരു റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻ്റ് ആണ് പഴം എന്ന് വെച്ചാൽ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 3 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായതുകൊണ്ട് 3 എടുത്തു, അപ്പോൾ വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1/4 കപ്പോളം ഗോതമ്പ് മാവ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കരിപ്പെട്ടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കരിപ്പെട്ടിയോ ശർക്കരയോ നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ റോബസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലോട്ടാണ് നമ്മൾ ബാക്കിയുള്ള ആ ഒരു മാവും ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ആ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് ഗോതമ്പ് മാവ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമുക്കിപ്പോൾ ചിലപ്പോൾ 1/4 കപ്പ് അതായത് ഈ ഗോതമ്പ് മാവ് ഈ ഒരു ബാറ്ററിൽ ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. പഴത്തിൻ്റെ ആ ഒരു നനവ് വെച്ചിട്ട് വേണം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് കട്ടിയായിപ്പോൾ അപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്പമായിട്ട് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മാവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സോഡാപ്പൊടി ചേർത്തിട്ടാണെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കുഴിവുള്ള ചട്ടി എടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരില്ല, കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് ഇത് വേവിച്ചെടുക്കരുത്, കാരണം പുറം ഭാഗം നല്ല കളറാവും, പക്ഷേ ഉൾഭാഗം അത്ര വെന്തോന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിടുക, അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഗോതമ്പ് മാവും കരിപ്പെട്ടിയും പഴവും ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു കളറ് കിട്ടും, നല്ലൊരു ബ്രൗൺ കളറായിരിക്കും ഈ ഒരു സ്നാക്സിന് കിട്ടുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇതിൽ ആ ഒരു ഫ്ലെയിം കൂടുമ്പോഴത്തേക്കും പുറം ഭാഗം നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരും, പക്ഷേ ഉൾഭാഗത്ത് മാവ് അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കുക. ഒരുപാട് എണ്ണയൊന്നും കുടിക്കുക, നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഈ ഒരു കളറിലായി വരുമ്പോൾ വേണം നമ്മൾ ഇതിന്ന് എടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു റോബസ്റ്റ പഴം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പഴുത്ത ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം, അതുപോലെ ചെറുപഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും നല്ല റോബസ്റ്റ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ്, ഇല്ലെങ്കിൽ ചെറുപഴം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേരുവകളൊന്നും വേണ്ടാത്ത ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നതിന് ശേഷം ഈ ഒരു റെസിപ്പിയുടെ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാം വഴിയോ മെയിൽ വഴിയോ നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യാം. അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.